ഇന്നൊരു ഫലാഫിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ വെളുത്ത കടല 24 മണിക്കൂർ വെള്ളത്തിലിട്ട് കണ്ട് മേലിന് ഇട്ട് ഇങ്ങനെ പൊന്തിച്ചിടുന്നത് എന്ത് വെച്ചപ്പോൾ പറഞ്ഞു ഉണ്ടായിക്കോട്ടെ എന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ. ഇവനക്ക് ക്യാമറൻ്റെ മുന്നിലേക്ക് വരാനൊരു മടി. ഏതായാലും അവനക്കൊരു വെളുത്തുള്ളി അരിച്ചിട്ട് പണിയും കൊടുത്തു. പിന്നെ ഉള്ളി ലേശം അരിയ, ചപ്പ് ലേശം ഉണ്ട് അരിയ, രണ്ടും പാടി അരിഞ്ഞുകൊണ്ട് ഒരു പ്ലേറ്റ് കണ്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ കണ്ടോളി. അരിഞ്ഞു വെച്ച ഉള്ളിയും ചപ്പ് കൊടുത്തുകാണ്ട് വെളുത്തുള്ളി ഇട്ട് കണ്ട് ഒന്നാണ്ട് അരച്ചെടുക്കണം. ഇതേപോലെ പേസ്റ്റ് ആക്കാണ്ട് എടുത്തുകാണ്ട് ഒരു പാത്രത്തിൽ കണ്ട് തട്ടിട്ടോളി. അതിനുശേഷം ഒരു തുള്ളി പോലും എച്ചുറ്റുവോ ഇല്ലാതെ ഉണ്ടല്ലോ ആ ഗ്രൈൻഡർക്ക് കടലാണ്ട് ഇടുക. വാരി വലിച്ചിടണ്ട, അരിയില. എന്നിട്ട് 2 ടീസ്പൂണ് ജീരകം ഇട്ടുകാണ്ടാണ്ട് അരച്ചാണ്ട് എടുക്കുക. എങ്ങനെ ക്ർ 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 അത്ര മതി. എന്താ വെച്ചാലേ ഓവർ അരിഞ്ഞാൽ രസം ഉണ്ടാവില്ല. ഇതേപോലെ എല്ലാ കടലൊന്നും അരച്ചെടുത്തുകൊണ്ട് നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് കണ്ട് തട്ടിയുണ്ടാ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലേശം ഉപ്പും ലേശം പെപ്പറും എടുത്ത് കണ്ടുകൊണ്ട് ഇടുക. എന്നിട്ട് അത് നല്ലോണ്ട് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കണം. നല്ലോണ്ട് മിക്സ് ചെയ്ത് കണ്ട് തൊട്ട് കണ്ട് ടേസ്റ്റ് ചെയ്ത് കണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊന്ന് പരിഹരിച്ച് കൊടുക്കുക. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ എടുത്ത് കണ്ട് നീട്ടിയാണ്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഫലാഫിലൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കണ്ട് പെരത്തിയെടുത്ത് കണ്ട് ആണ്ട് ഓയിൽ കണ്ടിടുക. അതൊന്ന് നല്ല പൊരിഞ്ഞ ശേഷം മറ്റൊരു പാത്രത്തിൽ കണ്ട് എടുത്തിടുക. അതേപോലെ എല്ലാതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ പിടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി ചെറുതാക്കേണ്ട അരിയ. പിന്നെ ലേശം ഉള്ളി എടുക്കുക. ലേശം ഉള്ളി എടുത്ത് കണ്ട് അതും ചെറുതാക്കേണ്ട അരിയ. പിന്നെ എന്താ വേണ്ടി വെച്ചാൽ ക്യാബേജ് കൊടുക്കുക, അതും ചെറുതാക്കേണ്ട അരിയ. പിന്നെ ക്യാപ്സിക്കനും ക്യാരറ്റുമാണ് വേണ്ടി. ക്യാരറ്റ് തൊലി അളിയുണ്ടാവും, പിന്നെ നമ്മൾ നോക്കണ്ട. പിന്നെ വേണ്ടി ക്യാപ്സിക്കനാണ്. അപ്പോൾ ക്യാപ്സിക്കനും നമ്മൾ എടുത്ത് ക്യാപ്സിക്കനും നമ്മൾ ചെറുതാക്കി നുറുക്കിയാണ്ട് എടുത്തേക്കണേ. അപ്പോൾ നമ്മൾ മയോണീസ്, കെച്ചപ്പ്, സലാഡ്, അതേമാതിരി ഫലാഫിൽ ഒക്കെ റെഡി ആക്കണേ. ഇനിയൊരു കുബൂസ് എടുത്ത് കണ്ടുണ്ട് നമ്മൾ പരിപാടി. എന്നാൽ കണ്ടോളി. കുബൂസ് കൊടുത്ത് ലേശം മയോണീസാണ് തേച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഫലാഫിൽ കട്ട് ചെയ്ത് വെച്ച് അയക്കാണ് വിതറി കൊടുത്തുകൊണ്ട് ലേശം സലാഡ് ഇട്ട് കണ്ടാണ് മൊഞ്ചനാക്കി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി സോസ് ഇല്ലേ, അത് ലേശം മേലക്കൂടെ ഇട്ട് കൊടുക്കണം. മേലക്കൂടെ നെക്കി പീനിട്ടാണ്ട് ഇട്ട് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ ഓലയിമ തല്ലൂടാ എന്തിനാവും. അതവിടെ കട്ടെ, നമുക്ക് റോളാക്കി എടുക്കണ്ട. അപ്പോൾ ഇതേപോലെയാണ് ചുറ്റിയെടുത്തുകൊണ്ട് റോളാക്കിക്കാണ്ട് ഒരു പാത്രത്തിൽ കണ്ട് മാറ്റിയേക്കാം. പിന്നെ എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കണം. അതാണ് ഇപ്പോൾ ഒരു പണി. എന്നാൽ പിന്നെ കണ്ടോളി എന്താ ചെയ്യേണ്ടതെന്ന്. അതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. മയോണീസും സലാഡും എല്ലാം ഇട്ട് കണ്ടാണ്ട് ഉഷാറാക്കി കണ്ട് ചുറ്റി വരിഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ ആ റോളായി കിട്ടും. അതൊരു കൈവന്നെയാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ എന്നാ പല പറഞ്ഞത്. എന്താവും ജനസാന്ദ്രതക്കനുസരിച്ച് ഫലാഫിലിൻ്റെ സാന്ദ്രത കൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും ചിന്തിച്ചില്ല. 1/2 ഒക്കെ എടുത്തു. ഇതാ പീസാക്കി കണ്ട് എല്ലാവർക്കും കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അടുത്തത് കൊടുത്താണ് പീസാക്കി ഇട്ടു. ഇനി എല്ലാവർക്കും കൊണ്ടേ കൊടുക്കട്ടേന്ന്. അല്ല അപ്പം എന്താ എല്ലാ ഫലാഫിലും 1/2 ആക്കി കണ്ട് ഞാൻ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അവിടെ എത്തിയപ്പോഴല്ലേ ഒരു പട. നിക്കി ഞാൻ തരാറുന്നു. അങ്ങനെ എല്ലാവരും ഓരോ ഭാഗത്ത് പിടിച്ചെത്തിക്കാണ്ട് എല്ലാവർക്കും ഓരോ പേപ്പറും കഷ്ണമാണ് കൊടുത്തു. എല്ലാവരും അച്ചടക്കത്തോടു കൂടി പേപ്പർ മേടിച്ചപ്പോൾ ഞാൻ ഫലാഫിൽ കൊടുക്കാമെന്നുള്ളൊരു ഓർഡറാണ് ഇട്ടു. അപ്പോൾ അവിടെ ഉള്ള ഒരുത്തം വന്നുകൊണ്ട് ഫലാഫിൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീതിച്ചു കൊടുത്തു. പിന്നെ ഓരോരുത്തരായി കഴിച്ചു തുടങ്ങി. അപ്പോഴാണ് ഒരുത്തൻ്റെ സൈഡിൽ ഒരാൾ എന്തോ കാട്ടി വെച്ചേക്കണ്. അത് നോക്കി, ഓ എന്താപ്പം കാട്ടിക്കണ്ട ആ കൊളാക്കി. ഇവനൊക്കെ ഉഷാറാണല്ലോ. പിന്നെ ബലോട് തന്നെ ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ അടിയിൽ ഇവനക്ക് എന്തോ പറയാണ്ടല്ലോ. എന്താ പറയാനുള്ളത്? പൊളിയാണെന്ന്. ഇവൻ ഏതുവരും സൈറ്റ് അടിച്ചു കൊണ്ടോട്ടോ. ഓൻ്റെ കാര്യമാക്കണ്ട. ഓനക്കും പൊളിയാണ്. അല്ലോ ഇവിടെ എന്താ കാട്ടിക്കണ്ട്? ഇവിടെ ആകെ തൂക്കി പിടിച്ചേക്കണം. പോട്ടെ. ഇവനോട് ചോദിച്ചപ്പോൾ ഓൻ്റെ തീറ്റ കഴിഞ്ഞിട്ടാ പരുള്ളൂ പറഞ്ഞു. എന്നായിക്കോട്ടെ. ഓനും പറഞ്ഞു പൊളിയാണെന്ന്. ഇവന് ഓൻ്റെ വലിയൊരു തൊള്ള വെച്ച് കണ്ട് വലിയൊരു ഫലാഫിൽ ഒന്നായിട്ടാണ് കയറ്റി. ഓനക്കും എന്താ പറയാണ്ടല്ലോ. അതും പൊളിയാണ്. എല്ലാവർക്കും പൊളിയാണ്. ഇതൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ ഒരു 7up അതും കൂടി കുടിച്ചപ്പോൾ ഓൽക്കൊരു റാഹത്തായി എന്നാ ഓല് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ മിണ്ടാതെ അവിടെ 7up കുടിച്ചാൽ പിന്നെ ഓലോട് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. ഓലും പറഞ്ഞു പൊളിയായിന്ന്. അതിൻ്റെ ഇടയിൽ ഒരുത്തനതാ 2ാം വട്ടം 7up കുടിച്ചാലുള്ള ധൃതിയിൽ ഓനതാ മണ്ടണു.